UDFിന്റെ നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളായിരിക്കും യോഗത്തിൽ മുഖ്യ അജണ്ട. വിഷ്ണു കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഈ KPCCയിൽ നേതൃമാറ്റ ചർച്ചയടക്കം വിവാദമായി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ നേതൃയോഗം ചേരുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളാണ് അജണ്ട എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾക്കൊപ്പം തന്നെ നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്ന് കരുതേണ്ടേ? തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ ഇന്ന് യോഗത്തിൽ ചർച്ച ചെയ്യും. UDFിന്റെ യോഗത്തിൽ പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയമാണ്. അത് വലിയ ഒരു ശ്രദ്ധ നേരിട്ടിട്ടുണ്ട്. വലിയ ഒരു വിജയ സാധ്യതയാണ് UDFിന് കാണുന്നത്. അതായത് ഉപതെരഞ്ഞെടുപ്പുകൾ ഈ വയനാട്, ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് തന്നെ വലിയ വിജയമാണ് UDFിന് ഉണ്ടായിരുന്നതെന്നാണ് UDFിന്റെ വാദം. അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും UDF LDFിന്റെ 3 സീറ്റുകൾ അടക്കം പിടിച്ച് മൊത്തം 17 സീറ്റുകൾ ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDFിന് മേൽക്കൈയുണ്ട് എന്നുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ വലിയ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. UDF ഇനി വരുന്ന തെരഞ്ഞെടുപ്പ്, അത് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട യോഗം ഇന്ന് കന്റോൺമെന്റ് ഹൗസിൽ ഇന്ന് പ്രതിപക്ഷ നേതാവിനൊപ്പം ഉണ്ടാകും. പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ നടക്കുന്ന യോഗം ഉച്ചയ്ക്ക് 12 മണിക്കാണ്. ആ യോഗത്തിൽ നിർണായകമായ പല കാര്യങ്ങൾ ചർച്ച ചെയ്യും. സ്വാഭാവികമായും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും പ്രധാന ചർച്ചാ വിഷയമാകുന്നത്.